ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയാൽ യോശുവയുടെ പുസ്തകം എന്ന വിഷയത്തിൻ്റെ 7ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനാകട്ടെ. ദൈവത്തിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുനാമത്തിൽ സ്നേഹം നിങ്ങളെ അറിയിക്കുകയാണ്. നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ 21-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വചനം വരെ ധ്യാനിപ്പനിടയായിത്തീർന്നു. നാം ഈ സെക്ഷനിൽ 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ ചിന്ത തുടരുകയാണ്. 22-ാം അധ്യായത്തിൻ്റെ മുഖ്യ പ്രതിപാദ്യ വിഷയം എന്നുള്ളത് യോർദാന് കിഴക്ക് ഉള്ള യാഗപീഠങ്ങളുടെ ഒരു വിവരണമാണ്. അക്കാലത്ത് യോശുവ രൂബേന്യരെയും ഗാദിരെയും മനശ്ശേരിയുടെ പാതിഗോത്രത്തെയും വിളിച്ചു. അവരോട് പറഞ്ഞത്, യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിൽ നിങ്ങൾ എൻ്റെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ കാലമൊക്കെയും നിങ്ങളുടെ സഹോദരന്മാരെ ഇന്നുവരെ വിട്ടുപിരിക്കാതെ ദൈവമായ യഹോവയുടെ കൽപ്പന പ്രമാണിച്ച് നടന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് തന്റെ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് യഹോവയുടെ ദാസനായ മോശ യോർദാനൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. എന്നാൽ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളും നടന്ന് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശ ഇങ്ങോട്ട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയായിരിപ്പീൻ. ഇങ്ങനെ യോശുവ അവരെ അനുഗ്രഹിച്ച് യാത്ര അയച്ചു. അവർ തങ്ങളുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മോട് പറഞ്ഞതില്ല നിവർത്തിക്കാൻ ദൈവം വിശ്വസനാണ്. അങ്ങനെ ദൈവം നമ്മെ അനുഗ്രഹിച്ച് വരുമ്പോൾ നാം എന്തായിരിക്കണം? നമ്മൾ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങളുടെ പുറകെ ഓടാതെ, അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തെ മറന്നു കളയാതെ ആ ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തെ അനുസരിപ്പാൻ, ആരാധിപ്പാൻ കൊണ്ടുവരണം. പലപ്പോഴും അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ അനുഗ്രഹങ്ങളെ പുറകെ ഓടിക്കൊണ്ട് തന്ന ദൈവത്തെ മറന്നു പോകുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്. എന്നെ മിടുക്കൊണ്ട് ഞാൻ നേടി, എൻ്റെ കഴിവുകൊണ്ട് നേടിയൊക്കെ പറഞ്ഞങ്ങനെ എന്നാൽ ദൈവത്തെ നിഷേധിച്ച് പോകുന്ന ആളുകളുണ്ട്. എന്നാലേ നാം അനുഗ്രഹം പ്രാപിക്കുന്നത് നല്ല കാര്യമാണ്. അനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദൈവത്തോട് അടുത്ത് വരിക എന്നുള്ളതാണ്. മനശ്ശേരിയുടെ പാതിഗോത്രത്തിന് മോശെ ബാശാനിൽ അവകാശം കൊടുത്തിരുന്നു. മറ്റേ പാതിഗോത്രത്തിന് യോർദാനക്കരെ പടിഞ്ഞാറ് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ യോശുവ കൊടുത്തു. അവരെ അവരുടെ വീടുകളിലേക്ക് അയച്ചപ്പോൾ യോശുവ അവരെ അനുഗ്രഹിച്ചു. അവരോട് പറഞ്ഞത് തന്നെ, വളരെ നാൽക്കളികൾ, വെള്ളി, പൊന്ന്, ചെമ്പ്, ഇരുമ്പ്, വളരെ വസ്ത്രം എന്നിങ്ങനെ അനവധി സമ്പത്തോടുകൂടി നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി പോകുകയും ശത്രുക്കളുടെ പക്കൽ നിന്നും കിട്ടിയ കൊള്ള നിങ്ങളെ സഹോദരന്മാരുമായി പങ്കിട്ടുകൊള്ളുകയും വേണം. അങ്ങനെ രൂബേന്യരും ഗാദിരും മനശ്ശേരിയുടെ പാതിഗോത്രവും മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ കൈവശമാക്കിയിരുന്ന അവകാശദേശമായി ഗിലെയാദ് ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതിന് കനാൻ ദേശത്തിലെ ശിലോവിൽ നിന്ന് യാസ്രയേൽ മക്കളെ വിട്ട് പുറപ്പെട്ടു. അവർ കനാൻ ദേശത്തിലെ യോർദാന്യ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ രൂബേന്യരും ഗാദിരും മനശ്ശേരിയുടെ പാതിഗോത്രവും യോർദാന് സമീപത്ത് ഒരു യാഗപീഠം, കാഴ്ചയ്ക്ക് വലുതായിരിക്കുന്ന ഒരു യാഗപീഠം പണിതു. രൂബേന്യരും ഗാദിരും മനശ്ശേരിയുടെ പാതിഗോത്രവും കനാൻ ദേശത്തിൻ്റെ കിഴക്കുപുറത്ത് യോർദാന്യ പ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾക്കെതിരെ ഇതാ യാഗപീഠം പണിതിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കൾ കേട്ടു. ഇസ്രായേൽ മക്കൾ അത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും അവരോട് യുദ്ധത്തിന് പുറപ്പെടുവാൻ ശിലോവിൽ ഒന്നിച്ചുകൂടി. ഇസ്രായേൽ മക്കൾ ഈ ഗിലെയാദ് ദേശത്തേക്ക് രൂബേന്യരുടെയും ഗാദിരുടെയും മനശ്ശേരിയുടെയും പാതിഗോത്രത്തിൻ്റെയും അടുക്കൽ പുരോഹിതനായ എലിയാസറിന്റെ മകനായ ഫിനെഹാസിനെയും അവനോടുകൂടി ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഓരോ പിതൃഭവനത്തിൻ്റെ ഒരു പ്രഭുവീതം 10 പ്രഭുക്കന്മാരെയും അയച്ചു. അതിൽ ഓരോരുത്തരും താന്താനെ പിതൃഭവനത്തിൽ ഇസ്രായേലിയ സഹസ്രങ്ങൾക്ക് തലവനായിരുന്നു. അവർ ഗിലെയാദ് ദേശത്ത് രൂബേന്യരുടെയും ഗാദിരുടെയും മനശ്ശേരിയും പാതിഗോത്രത്തിൻ്റെയും അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞു നിന്നാൽ യഹോവയുടെ സഭ മുഴുവനും ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കണമെന്ന് യാഗപീഠം പണിത് യഹോവയെ വിട്ടുമാറാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവത്തോടെ ചെയ്തിരിക്കുന്ന ദ്രോഹം എന്ത്? പെയോർ സംബന്ധിച്ചുണ്ടായ അകൃത്യം നമുക്ക് പോരായോ? എന്നിട്ട് യഹോവയുടെ സഭയ്ക്ക് ബാധയുണ്ടായിട്ടും നാം ഇന്നുവരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഇന്ന് യഹോവയെ വിട്ടുമാറാൻ പോകുന്നുവോ? നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കുന്നു. നാളെ അവൻ ഇസ്രായേലിൻ്റെ സർവ്വ സഭയോടും കോപിപ്പാൻ സംഗതിയാകും. നിങ്ങളുടെ അവകാശദേശം അശുദ്ധമെന്ന് വരികിൽ യഹോവയുടെ തിരുനിവാസം ഇരിക്കുന്നതായ യഹോവയുടെ അവകാശദേശത്തേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഇടയിൽ അവകാശം വാങ്ങുവീൻ. എന്നാൽ നമ്മുടെ ദൈവമായ യഹോവയുടെ യാഗപീഠം ഒഴികെ ഒരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കരുത്, ഞങ്ങളോട് മത്സരിക്കരുത്.
ചെറിയ മോനായ ആഖാൻ ശബ്ദാർപ്പിത വസ്തു സംബന്ധിച്ച ഒരു കുറ്റം ചെയ്യുകയാൽ കോപം ഇസ്രായേലിന്റെ സർവ്വസഭയുടെ മേൽ വീണിരിക്കുന്നില്ലയോ? മാത്രമല്ലല്ലോ അവൻ്റെ അകൃത്യത്തിൽ നശിച്ചത്. അതിൻ്റെ രൂപേന്റെയും ഗാദിലും മനുഷ്യരുടെ പാതിപത്രവും ഇസ്രായേലിലെ സഹസ്രങ്ങളുടെ തലവന്മാരുടെ ഉത്തരം പറഞ്ഞത് സർവ്വബലനാകുന്ന ദൈവമായ യഹോവ, സർവ്വബലനാകുന്ന ദൈവമായ യഹോവ തന്നെ അറിയുന്നു. ഇസ്രായേലും അറിയട്ടെ. ഞങ്ങൾ യഹോവയുള്ള മത്സരത്താലോ ദ്രോഹത്താലോ അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇതിൻ്റെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ. യഹോവയെ വിട്ടുമാറേണ്ടതിന് ഞങ്ങളൊരു യാഗോളം മറന്നുവെങ്കിൽ, അല്ലാതിന്മേൽ യോമയാകവും ഭോജനയാകവും അർപ്പിക്കാനോ സമാനയാഗം കഴിപ്പാനോ ആകുന്നുവെങ്കിൽ യഹോവ തന്നെ ചോദിച്ചുകൊള്ളട്ടെ. നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇസ്രായേൽ ദൈവമായ യഹോവ നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളൂ? ഞങ്ങളുടെയും രൂപേന്റെയും ഗാദിന്റെയും നിങ്ങളുടെയും മധ്യേ യഹോവ യോർദാനെ അതിലാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മക്കൾക്ക് യഹോവയെ ഭയപ്പെടാതിരിക്കാൻ സംഗതി വരുത്തി എന്നുള്ള ശങ്ക കൊണ്ടല്ലയോ ഞങ്ങളിത് ചെയ്തത്? അതുകൊണ്ട് നാം ഒരു യാഗോടം പണിയുക എന്ന് ഞങ്ങൾ പറഞ്ഞു. ഹോമയാഗത്തിനല്ല, ഹനനയാഗത്തിനുമല്ല. ഞങ്ങൾ യഹോവയുടെ സന്നിധാനത്തിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങളാലും ഹനനയാഗങ്ങളാലും സമാധാനയാഗങ്ങളാലും അവൻ്റെ ശുശ്രൂഷ അനുഷ്ഠിക്കുകയും നാളെ ഞങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയുമില്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യേണ്ടതിനും നിങ്ങൾക്ക് നമ്മുടെ ശേഷം നമ്മുടെ സന്തതികൾക്ക് മധ്യേ സാക്ഷിയായിരിക്കേണ്ടതിനും അത്രേ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്, നാളെ അവർ നമ്മോടോ നമ്മുടെ സന്തതികളോടോ അങ്ങനെ പറയുമ്പോൾ ഹോമയാഗത്തിലല്ല ഹനനയാഗത്തിലുമല്ല നിങ്ങൾക്ക് മധ്യേ സാക്ഷിയായിരിക്കണമെന്ന് തന്നെ പിതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള യഹോവയുടെ യാഗപീഠത്തിന് പ്രതിരൂപം കൺമീൻ എന്ന് മറുപടി പറയുവാനിടയാകും. ഞങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയുടെ തിരുസന്നിവാസനം വാകെയുള്ള യാഗപീഠം ഒഴികെ ഹോമയാഗത്തിനോ ഭോജനയാഗത്തിനോ ഹനനയാഗത്തിനോ വേറൊരു യാഗപീഠം ഉണ്ടാക്കിയിട്ട് ഇവോട് മത്സരിക്കുകയും നീ യഹോവയെ വിട്ടുമാറുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. രൂപേന്യരും ഗാദിരും മനുഷ്യരുടെ മക്കളും പറഞ്ഞ വാക്കുകൾ പുരോഹിതനായ ഫിനെഹാസിനോടുകൂടെ സഭയുടെ പ്രമുഖന്മാരായ ഇസ്രായേലിലെ സഹസ്രങ്ങൾക്കും പുരോഹിതന്മാരും കേട്ടപ്പോൾ അവർ സന്തോഷമായി. പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് രൂപന്റെ മക്കളോടും ഗാദിന്റെ മക്കളോടും മനുഷ്യരുടെ മക്കളോടും നിങ്ങൾ യഹോവയുടെ ഈ അകൃത്യം ചെയ്തിട്ടില്ലായതുകൊണ്ട് യഹോവ നമ്മുടെ മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇസ്രായേൽ മക്കളെ യഹോവയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസും പ്രഭുക്കന്മാരും രൂപേനരെയും ഗാദിരെയും വിട്ട് ഗിലെയാദ് ദേശത്ത് നിന്ന് പ്രാന്തദേശിക ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങി ചെന്നു. അവരുടെ വസ്തുത അറിയിച്ച് ഇസ്രായേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു. രൂപേനരെയും ഗാദിരെയും ഭരതദേശം നശിപ്പിക്കേണ്ടതിന് അവിടെ യുദ്ധത്തിന് പുറപ്പെടുന്നതിനെ കുറിച്ച് പിന്നെ മിണ്ടേതിയില്ല. രൂപേനരെയും ഗാദിരെയും യഹോവ തന്നെ ദൈവം എന്നതിന് നമ്മുടെ മധ്യ സാക്ഷി എന്ന് പറഞ്ഞതിന് യാഗപീഠത്തിന് ഏത് എന്ന് പേരിട്ടു. നമുക്കറിയാം, ഈ ജനം അനുഗ്രഹം പ്രാപിച്ചു പോകുമ്പോൾ തന്നെ അവർ ദൈവത്തെ മറന്നു പോകാതിരിക്കാനായിട്ട് ജീവിതോപകാരങ്ങൾ ഓർത്തുകൊണ്ട് വരും തലമുറയ്ക്കും ദൈവത്തെ അറിയേണ്ടതിനായിട്ട് അവർ യാഗപീഠം മറന്നും കാണാൻ കഴിയുന്നുണ്ട്. തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിലും തിരുത്തി അവർ മുന്നോട്ട് പോകാനിടയായി തീർന്നല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നാം ദൈവിക നന്മകൾ പ്രാപിക്കുമ്പോൾ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ ദൈവമാണിത് ചെയ്തത് എന്നുള്ളത് വരും തലമുറ അറിയേണ്ടതിനായിട്ട് ഒരു സാക്ഷ്യം വഹിക്കാൻ ഉത്തരവാദിത്വം നമുക്കുള്ള കാര്യം മറന്നു പോകരുത്. ഇതാ ഈ ജനം ആ യാഗപീഠത്തിലൂടെ പറഞ്ഞൊരു മൗനമായ സാക്ഷ്യം എന്താണ്? ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ഇതെല്ലാം തന്നു, ദൈവം ഞങ്ങളെ സംരക്ഷിച്ചു, ദൈവം നമ്മൾ സൂക്ഷിച്ചു എന്നുള്ളതായ ഒരു സാക്ഷ്യം ഉള്ള പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രകാരം നന്മ പ്രാപിക്കുമ്പോൾ ദൈവത്തോടുള്ള ആ സ്നേഹബന്ധം കുറഞ്ഞു പോകാതെ ദൈവത്തെ സ്നേഹിപ്പാനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ. 23-ാം അധ്യായം പ്രവേശിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ മൂപ്പന്മാർക്കുള്ള യോശുവയുടെ സന്ദേശമാണ് ആ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും മടക്കി ഇസ്രായേൽ സ്വസ്ഥത നൽകി ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വയസ്സി എന്ന വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരുടെ പറഞ്ഞു തന്നാൽ, ഞാൻ വയസ്സി എന്ന് വൃദ്ധനായിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ നിമിത്തം ഈ സകലജാതികളോടും ചെയ്തു നോക്കുകയും നിങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ അല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് യഹോവ തന്നെ അല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ഇത് യോർദാൻ മുതൽ പടിഞ്ഞാറോട്ട് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള ജാതികളുടെയും ഞാൻ സംഹരിച്ചു കളഞ്ഞിട്ടുള്ള ജാതികളുടെയും സകലജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നിറക്കിയിട്ട് വിഭാഗിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പാനും അതിൽ നിന്ന് വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിക്കാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കും. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഒരു ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അരുത്, അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത്, അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങൾ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പീൻ. യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലിപ്പവും ബലവുമുള്ള ജാതികൾ നീക്കിക്കളഞ്ഞ് ഒരു മനുഷ്യനെ ഇന്നുവരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും 1000 പേരെ ഓടിച്ചിരുന്നു.
അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിപ്പീൻ. അല്ലാതെ നിങ്ങൾ വല്ല പ്രകാരവും പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹസംബന്ധം ചെയ്യുകയും നിങ്ങൾ അവരോടും അവർ നിങ്ങളോട് ഇടകലരുകയും ചെയ്താൽ നിങ്ങൾ ദൈവമായ യഹോവ മേലാൽ ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളയുകയില്ലെന്നും നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയും ബലാപുറത്ത് ചമ്മട്ടിയും കണ്ണിൽ മുള്ളുമായിരിക്കുമെന്നും അറിഞ്ഞുകൊള്ളുവീൻ. ഇതാ ഞാൻ നിങ്ങൾ സ്ഥലഭാസലയും വഴിയായി പോകുന്നു. ദൈവമായ യഹോവ നിങ്ങളെ കുറിച്ച് അലച്ചതിനുള്ള സകല നന്മകളും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങളോട് അലച്ചതിലുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അതിൻ്റെ ദേശത്ത് നിങ്ങൾ നശിപ്പിക്കും വരെ യഹോവ നിങ്ങൾ എല്ലാ തിന്മകളും നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ മേൽ ജ്വലിച്ച് അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശം നിങ്ങൾ ദൈവം നശിക്കുകയും ചെയ്യും. അപ്പോൾ മനസ്സിലാവേണ്ട കാര്യം, യോശുവയുടെ അവസാന പ്രബോധിപ്പിക്കാൻ താൻ പ്രായം ചെന്നു, തനിക്ക് മനസ്സിലായി താൻ ലോകത്ത് മാറ്റപ്പെടാൻ സമയമായി എന്നുള്ളതിലോ ഒരു ബോധ്യം തനിക്കുണ്ടായപ്പോൾ താൻ ഈ ജനത്തെ ഒന്നും കൂടെ പ്രബോധിപ്പിക്കുകയാണ്. എന്താണ്? ദൈവം നിങ്ങളോട് പറഞ്ഞതായ കാര്യങ്ങൾ അനുസരിച്ച് അവൻ്റെ വാഗ്ദത്തം നിങ്ങൾ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീർന്നു. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ദൈവത്തെ വിട്ടു പിരിയാതെ ദൈവത്തെ സേവിക്കാനിടവരണം. അല്ല, പ്രമാണങ്ങൾ എടുത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിങ്ങളങ്ങനെ അനുസരിക്കുമ്പോൾ ദൈവം നില വാഗ്ദത്തം നിങ്ങൾ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും. അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ദോഷം വരുത്തും, നിങ്ങൾ ശാപഗ്രസ്തരായിത്തീരും എന്നുള്ള കാര്യം താൻ അവസാനമായിട്ട് അവരെ വീണ്ടും പ്രബോധിപ്പിക്കുകയാണ്. നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നാം ദൈവത്തെ അനുസരിക്കുന്നതിലൂടെ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീരുമെന്നും നാം ദൈവപ്രമാണങ്ങളെ വിട്ടു പോകുമ്പോൾ ദൈവകോപത്തിന് പാത്രങ്ങളായി ശാപഗ്രസ്തരായിത്തീരുമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമുക്ക് തരുന്നതായ ഗുണപാഠം അതൊക്കെ തന്നെയാണ്. നമ്മൾ വീണ്ടും 24-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 24-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാണേണ്ട കാര്യം, അതിൽ 1 മുതൽ 15 വരെ യോശുവ തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തുകയാണ്. 16 മുതൽ 28 വരെ ശേഖരനിൽ വെച്ചുണ്ടായ പുതുക്കിയ ഉടമ്പടിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ. 29 മുതൽ 33 വരെ യോശുവയുടെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ 24-ാം അധ്യായത്തിൽ നമുക്ക് പ്രവേശിക്കാം. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശെഖേമിൽ കൂട്ടി. ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞു തന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരയിൽ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തേക്ക് സഞ്ചരിപ്പിച്ച് സന്തതിയെ വർദ്ധിപ്പിക്കുകയും ഇസ്ഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. ഇസ്ഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു. ഏശാവിന് ഞാൻ സീർ പർവ്വതം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവൻ്റെ മക്കളും മിസ്രൈമിലേക്ക് പോയി. പിന്നെ ഞാൻ മോശയെയും അഹരോനെയും അയച്ചു. ഞാൻ മിസ്രൈമിൽ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തികളാൽ അതിനെ ബാധിച്ചു. അതിനുശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ പുറപ്പെടുവിച്ച നിങ്ങൾ കടലിനരികെ എത്തി. ഇവിടെ അവരെ കൈകാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് നദിക്കക്കരെ പാർത്തവനാണ്. അവർ അന്യദൈവങ്ങളെ സേവിച്ചു വന്നവരാണ്. നല്ല അബ്രഹാം ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. അബ്രഹാമിലൂടെ ആ സന്തതി പരമ്പരകൾ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു. അബ്രഹാം ശേഷം ഇസ്ഹാക്ക്, പിന്നെ യാക്കോബ്, യാക്കോബിൻ്റെ മക്കൾ, അങ്ങനെ മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ച് ദൈവം കൊണ്ടുവന്നു. ആ ചരിത്രങ്ങളെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നത്, മിസ്രൈം രഥങ്ങളോടും കുതിരകളോടും കൂടെ ചെങ്കടലിൽ വരെ നിങ്ങളെ പിതാക്കന്മാരെ പിന്തുടർന്നു. അവിടെ യഹോവയുടെ വിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിസ്രൈമ്യർക്കും മധ്യ അന്ധകാരം വെച്ചു. കടൽ അവരുടെ മേൽ വരുത്തി അവരെ മുക്കിക്കളഞ്ഞു. ഇങ്ങനെ ഞാൻ മിസ്രൈമ്യരോട് ചെയ്ത് നിങ്ങൾ കണ്ണാലെ കണ്ടു. നിങ്ങൾ ഏറിയ കാലം മരുഭൂമിയിൽ കഴിച്ചു. പിന്നെ ഞാൻ നിങ്ങളെ യോർദ്ദനക്കരെ പാർത്തിരുന്ന അമോര്യരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ യുദ്ധം ചെയ്തു. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കണമെന്ന് ഞാൻ അവരെ നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചു. നിങ്ങളെ മുമ്പിൽ നിന്ന് വലിപ്പിച്ച് കളഞ്ഞു. അനന്തരം സിപ്പോരിൻ്റെ മകൻ മോവാബ് രാജാവായ ബാലാക്ക് പുറപ്പെട്ടു.
ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നിങ്ങളെ ശപിപ്പാൻ ബയോരിൻ്റെ മകനായ ബിലയാമിനെ വിളിപ്പിച്ചു. എങ്കിലും എനിക്ക് ബിലയാമിൻ്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സിലാകിയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഞാൻ നിങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. പിന്നെ നിങ്ങൾ യോർദാൻ കടന്ന് യെരിഹോവിലേക്ക് വന്നു. യെരിഹോ നിവാസികൾ അമോര്യർ, പെരീസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു. ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു. അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. നിങ്ങളുടെ വാളുകൊണ്ടല്ല, നിന്റെ വില്ലുകൊണ്ടുമല്ല, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഉഴുതോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിൽ വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. യഹോവയെ സേവിക്കുന്ന നന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തി വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് നിങ്ങൾ തിരിഞ്ഞു കൊടുത്തുള്ളൂ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇവിടെ ദൈവം അവരെ വഴിയടച്ചതായ കാര്യങ്ങളെക്കുറിച്ചുള്ളതായ അനുഭവങ്ങളെ ഇവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഒരുപാട് രാജാക്കന്മാരെ നിങ്ങൾ തോൽപ്പിച്ചു, അവർ രാജ്യം നിങ്ങൾ കൈവശമാക്കി. അത് നിങ്ങളുടെ വാളുകൊണ്ടോ നിങ്ങളുടെ വില്ലുകൊണ്ടോ ഒന്നും അല്ല. പിന്നെ എന്താണ്? ദൈവത്താലാണത് സംഭവിച്ചത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഭയപ്പെട്ട് അവനെ പരമാർത്ഥയോടും വിശ്വസത്തോടും സേവിക്കണം. ഇനി അതല്ല, എൻ്റെ പിതാക്കന്മാർ നദിക്ക് അക്കരെ വെച്ച് സേവിച്ചതായ അന്യദൈവങ്ങളാണ് നിങ്ങൾ സേവിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോക്കോ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അവൻ്റെ തീരുമാനം അവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു വെല്ലുവിളിയും തിരഞ്ഞെടുപ്പുണ്ട്. ഒരു കൂട്ടം ആളുകൾ ദൈവത്തെ മനസ്സിലാക്കുകയും ദൈവ നന്മകളെ അനുഭവിക്കുകയും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അതേ ദേശത്ത്, അതേ സ്ഥലങ്ങളിൽ, ഒരുപക്ഷെ അതേ കുടുംബങ്ങളിൽ തന്നെ ചില ദൈവത്തെ വിട്ട് പോകുന്നതായ ചരിത്രം കാണാറുണ്ട്. എങ്കിലും ദൈവത്തെ സേവിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് തീരുമാനം എന്താണ്? ഞാൻ യഹോവയെ സേവിക്കും. ഇവിടെ യോശുവ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കാം, ഞാനെൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവിക നന്മകൾ പ്രാപിച്ച ദൈവമക്കൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ദൈവം ഇതുവരെയും കൊണ്ടുവരുന്നിടയായി തീർന്നു, ഉയർത്തുന്നിടയായി തീർന്നു, നമ്മുടെ ജീവിതം നന്മകൾ ചെയ്തിടയായി തീർന്നു. ആ ദൈവത്തെ സേവിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. മറ്റുള്ളവൻ ദൈവത്തെ സേവിക്കുന്നുണ്ടോ, ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വിളിച്ച് വേർതിരിച്ച, നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിച്ച നമ്മുടെ രക്ഷകനെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കുക. നാം അവരുടെ സൽഗുണങ്ങളെ ഘോഷിക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മറ്റുള്ളവരെ നമുക്കിത് കാര്യങ്ങൾ യോശുവ പറഞ്ഞ പോലെ പറയാം, ഞാൻ ദൈവത്തെ സേവിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കർത്താവ് സഹായിക്കട്ടെ. അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുത്. ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമവീടായി മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുക ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു പോകുന്ന ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ. ദേശത്ത് പാർത്തിരുന്ന അമോര്യർ മുതലായ സർജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നീക്കിക്കളഞ്ഞു. അയാൾ ഞങ്ങളും യഹോവയെ സേവിക്കും. അവനല്ലോ ഞങ്ങളുടെ ദൈവം. കണ്ടോ, ദൈവത്തെ മനസ്സിലാക്കിയ ഒരു കൂട്ടം ആളുകൾ ദൈവത്തെ സേവിപ്പാനായ തീരുമാനമെടുക്കുകയാണ്. ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഓർമ്മയാണുള്ളത്, ഈ ദൈവത്തെ സേവിക്കുവാനായി നിങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. സൃഷ്ടാവായ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മൾ ഓരോരുത്തരും. സൃഷ്ടിയായ മനുഷ്യൻ്റെ അനുസരണക്കേടിനാലെ മനുഷ്യകുലം പാപങ്ങളായിത്തീർന്നു. ആ പാപത്തിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനും സ്വയമായി രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്നാൽ നമ്മെ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ച് ക്രൂശിമിലെ കയറി നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് പാപങ്ങളേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ മക്കളെ തീരുവാൻ ഭാഗ്യം ലഭിക്കും, അവസരം ലഭിക്കുന്നു.
അധികാരം ലഭിച്ചിരിക്കുന്നു. ഒപ്പം പാപത്തിൻ്റെ ശിക്ഷയായ നിത്യ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീർന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജീവസ്തുതിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പുകൾ തള്ളിയിടുമെന്നാണ് ദൈവത്തിന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ രക്ഷപ്രാപിക്കാൻ കർത്താവിനെ സഹായിക്കട്ടെ. ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവധിയില്ല, യേശുക്രിസ്തുവുമായി ഐക്യമത്യപ്പെട്ടവർക്ക് ശിക്ഷാവധിയില്ലെന്ന് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ചും യേശുവിനെ രക്ഷനെ അംഗീകരിച്ചും ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഇനിയും സത്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തെ വിട്ട് ഇതിലിപ്പോൾ നമുക്ക് ആർക്കും ഇവിടെ വരാതിരിക്കാനും സൂക്ഷിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ ഇതാ യോശുവ പറഞ്ഞാൽ ദൈവത്തെ സേവിക്കും, ഈ ജനവും പറഞ്ഞാൽ ദൈവത്തെ സേവിക്കും. ദൈവത്തെ വിട്ട് ഞങ്ങൾ മാറിപ്പോകില്ല എന്ന തീരുമാനത്തിൽ വസിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമ്പോഴാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ സേവിപ്പാനായി തീരുമാനമെടുത്തവർ ശാന്തമായി ചിന്തിക്കേണ്ടത് എപ്പോഴെങ്കിലും ആ പ്രമാണത്തിൽ നിന്ന് വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കുമ്പോഴാകട്ടെ. നമുക്ക് വീണ്ടും 19-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീർച്ചയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും പാവങ്ങളെയും ക്ഷമിക്കുകയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. ജനം യോശുവോട് അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കുമെന്ന് പറഞ്ഞു. യോശുവ ജനത്തോടെ യഹോവയെ സേവിക്കണമെന്ന് നിങ്ങൾ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികളെന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെ സാക്ഷികളെന്ന് അവർ പറഞ്ഞു. ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങൾ ഹൃദയം ചായ്പീനെന്ന് പറഞ്ഞു. ജനം യോശുവയോട് ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവൻ്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞു. യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. അവർക്ക് ശെഖേമിലെ വെച്ചൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള കരുവേലത്തിന് കീഴെ നാട്ടിയും വെച്ചു. യോശുവ സകലജനത്തോട് ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കണേ, നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. എങ്ങനെ യോശുവ ജനത്തെ താങ്കളുടെ അവകാശത്തിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം യഹോവയുടെ ദാസനായി ഇവൻ്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അങ്ങനെ എഫ്രൈം പർവ്വതത്തിലുള്ള തിമ്നാത്ത് സേരക്കിൽ ഗായഷ് മലയുടെ വടക്ക് വശത്ത് അവൻ്റെ അവകാശ ഭൂമിയിൽ അടക്കം ചെയ്തു. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവർത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യോസഫിൻ്റെ അസ്ഥികളെ അവർ ശെഖേമിൽ യാക്കോബ് ശെഖേമിൻ്റെ അപ്പനായ ഹാമോറിൻ്റെ മക്കളുടെ 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന ആ നിലത്ത് അടക്കം ചെയ്തു. അത് യോസഫിൻ്റെ മക്കൾക്ക് അവകാശം തീർന്നു. അഹ്റോൻ്റെ മകൻ എലിയാസറും മരിച്ചു. അവനെ അവൻ്റെ മകനായ ഫിനെഹാസിന് എഫ്രൈം പർവ്വതത്തിൽ കൊടുത്തിരുന്ന കുന്നിൽ അടക്കം ചെയ്തു. ഇതാ ഒരു നേതാവ് തൻ്റെ ദൗത്യം നിർവഹിച്ച് ദിവസത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തലമുറ ദൈവം നമ്മെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തു തീർപ്പാനായിട്ട് ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ കാര്യങ്ങളെ നിറപടിയായി നിവർത്തിച്ചുകൊണ്ട് ദൈവസേനയിൽ വിശ്വസ്തരായ രീതിയിൽ സേവിപ്പാനായി കൃത്യമൊരുത്തെ സഹായിക്കുമ്പോഴാകട്ടെ. അതെ, ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ വില കൊടുക്കേണ്ടി വന്നേക്കാം, ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം, കഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം. എന്നാലും ദൈവം നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുവാനായി നമ്മെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ഈ പാഠം ഒരു പ്രചോദനമാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ, ദൈവകൽപ്പനകളെ പ്രമാണിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്കിത് പ്രചോദനമാകട്ടെ. സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. യോശുവയുടെ പുസ്തകം ഞങ്ങൾക്ക് പഠിക്കാൻ സഹായിച്ചല്ലോ. ഈ പുസ്തകം ആദ്യ സെക്ഷൻ മുതൽ ഇതുവരെയും ഇത് കാണുകയും കൃതി നമുക്ക് സ്ഥലം വരമേൽപ്പിക്കുന്ന ഒരു അനുഗ്രഹിക്കുമാറാകണമേ. നിന്നിൽ നിന്ന് മാറിപ്പോകാതെ നിന്നെ പൂർണ്ണമായി സേവിപ്പാൻ ഒരു കരുണ കാണിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ സേവിച്ച് അനുഗ്രഹം പ്രാപിച്ചു വരുവാൻ സർവോപരി കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള ആത്മരക്ഷ പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ, പാപക്ഷമ പ്രാപിപ്പാൻ നിങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം സൂചന നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും
ധാരാളം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിൻ്റെ ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ ഒരു പുതിയ വിഷയം പഠിക്കാം. പ്രാർത്ഥനയോടെ കടന്നു വരിക. അതിനായി നിങ്ങളുടെ സഹകരണത്തിന് ഞാൻ നന്ദി പറയുന്നു. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. സന്ദേശങ്ങൾ പങ്കുവെക്കുക. മറ്റവർക്ക് കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. അവിടെ സാക്ഷ്യം വഹിക്കാം. വല്ലവിധേനയും കത്തുന്ന ചില കൊള്ളികളോട് വലിച്ചത് രക്ഷിപ്പാൻ കർത്താവ് നമ്മെ രക്ഷിക്കട്ടെ. ഒരുമിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.